നമസ്കാരം. ദില്ലി കലാപത്തിൽ സുപ്രീം കോടതി എടുത്ത നടപടികൾ പാറ്റകൾക്ക് അനുകൂലമാണെന്നാണ് മലയാള മാധ്യമങ്ങൾ വളച്ചൊടിച്ചു പറയുന്നത്. വിദ്യാർത്ഥികളെ വിട്ടയക്കാനാണ് സുപ്രീം കോടതി പറഞ്ഞതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ 18 വയസ്സിന് താഴെയുള്ള ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ മാത്രമാണ് സുപ്രീം കോടതി പറഞ്ഞത്. അല്ലാതെ പോലീസിന്റെ അന്വേഷണം തുടരാനും പറയുന്നുണ്ട്. അതിലൊന്നും സുപ്രീം കോടതി ഇടപെട്ടിട്ടുമില്ല. ഇത്തരം സുപ്രധാനമായ കോടതി നിരീക്ഷണങ്ങൾ പലപ്പോഴും ജനങ്ങളിലേക്ക് എത്തുമ്പോൾ മാധ്യമങ്ങൾ അവയ്ക്ക് സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായ നിറം നൽകുകയാണ് ചെയ്യുന്നത്. കലാപത്തിന്റെ യഥാർത്ഥ വ്യാപ്തിയും ഗൂഢാലോചനയും പുറത്തു കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഉന്നതതല ഇടപെടലുകളെ ലളിതവൽക്കരിച്ച് അവതരിപ്പിക്കുന്ന പ്രവണതയാണ് മലയാള മാധ്യമങ്ങൾ പ്രകടമാക്കുന്നത്. കോടതിയുടെ ഓരോ നിരീക്ഷണവും നീതിന്യായ വ്യവസ്ഥയുടെ സുതാര്യത ഉറപ്പാക്കാനാണെങ്കിലും അവയെ വാർത്താ കച്ചവടത്തിന്റെ ഉപാധിയാക്കി മാറ്റുന്ന രീതിയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദില്ലി കലാപ കേസിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ പരാമർശങ്ങളെ മലയാള മാധ്യമങ്ങൾ അവതരിപ്പിച്ച രീതി കടുത്ത വിമർശനങ്ങളാണ് നേരിടുന്നത്. കോടതി കേസിൽ ഇടപെട്ടത് കേവലം സാധാരണമായ ഒരു നടപടി മാത്രമായി ചിത്രീകരിക്കാനും യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിച്ചെടുക്കുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകാനുമാണ് പല മാധ്യമങ്ങളും ശ്രമിച്ചത്. വാർത്തകളുടെ അടിത്തറ മാറ്റാതെ തന്നെ ഉള്ളടക്കത്തെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പുനർനിർമ്മിക്കുന്ന ശൈലിയാണ് ഇവിടെ പ്രകടമായത്. സുപ്രീം കോടതിയുടെ കർശനമായ നിലപാടുകളെ വെള്ളപൂശാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്തകൾ നൽകാനും മാധ്യമങ്ങൾ കാണിച്ച ഈ വ്യഗ്രത നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായി വേണം വിലയിരുത്താൻ. വിദ്യാർത്ഥികളെ പൂർണ്ണമായും വിട്ടയക്കാൻ മാത്രമാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് മലയാള മാധ്യമങ്ങൾ പ്രധാനമായും പ്രചരിപ്പിച്ചത്. പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും നിരപരാധികളാണെന്നും ദില്ലി പോലീസ് അകാരണമായി അവരെ വേട്ടയാടുകയാണെന്നുമുള്ള ഒരു പൊതുബോധം നിർമ്മിക്കാൻ ഈ വാർത്തകൾ കൊണ്ട് സാധിക്കും. എന്നാൽ കോടതിയുടെ യഥാർത്ഥ ഉത്തരവുകൾ പരിശോധിക്കുമ്പോൾ ഇത്തരം പ്രചാരണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നത് വ്യക്തമാകും. യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും മുൻനിർത്തി വൈകാരികമായ വാർത്തകൾ സൃഷ്ടിച്ച് പൊതുസമൂഹത്തിന്റെ സഹതാപം പിടിച്ചുപറ്റാനും അതുവഴി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ നിന്നും രക്ഷിച്ചെടുക്കാനുമുള്ള ബോധപൂർവമായ അജണ്ടയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ സത്തയെ പൂർണ്ണമായും മറച്ചുവെച്ചുകൊണ്ട് 18 വയസ്സിന് താഴെയുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഉപാധികളില്ലാതെ വിട്ടയക്കണമെന്ന രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത്. എന്നാൽ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത കുട്ടികളെ മാത്രം കർശനമായ നിബന്ധനകളോടെ മാതാപിതാക്കളുടെ കൂടെ വിടാൻ മാത്രമാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളികളായവരെയും ഗൂഢാലോചനകളിൽ പങ്കെടുത്തവരെയും ഈ ഇളവുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ സുപ്രധാനമായ വേർതിരിവ് ബോധപൂർവം മറച്ചുവെച്ചുകൊണ്ട് മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾ സമൂഹത്തിൽ വലിയ തോതിലുള്ള തെറ്റിദ്ധാരണകൾക്ക് കാരണമായി തീർന്നു എന്ന് വേണം കരുതാൻ. ദില്ലി കലാപവുമായി ബന്ധപ്പെട്ട് നടത്തിയ ശാസ്ത്രീയവും ശക്തവുമായ അന്വേഷണത്തിലൂടെ 2000-ൽ പരം കുറ്റവാളികളെയാണ് ദില്ലി പോലീസ് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുള്ളത്. കലാപത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അക്രമം അഴിച്ചുവിട്ടവരുടെയും പൊതുമുതൽ നശിപ്പിച്ച ഗൂഢാലോചനക്കാരുടെയും കൃത്യമായ വിവരങ്ങൾ പോലീസിന്റെ പക്കലുണ്ട്. ഇത്രയധികം കുറ്റവാളികൾക്കെതിരായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാനിരിക്കെയാണ് കേസിനെ വഴിതിരിച്ചുവിടാൻ ചില കോണുകളിൽ നിന്ന് ശ്രമങ്ങൾ ഉണ്ടായത്. പോലീസിന്റെ ശക്തമായ നടപടികളെ ദുർബലപ്പെടുത്തുന്നതിനും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്നതിനുമായുള്ള ഗൂഢശ്രമങ്ങളുടെ ഭാഗമായാണ് മാധ്യമങ്ങളിലെ ഇത്തരം ഏകപക്ഷീയമായ വാർത്താ പ്രചാരണങ്ങൾ. നിയമത്തിന്റെ നീണ്ട കൈകളിൽ നിന്നും ആർക്കും എന്നേക്കുമായി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന സന്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ദില്ലി പോലീസിന്റെ അന്വേഷണത്തിലൂടെയും പുറത്തുവരുന്നത്. കലാപങ്ങൾ ആസൂത്രണം ചെയ്തവർ എത്രത്തോളം സ്വാധീനമുള്ളവരായാലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരെല്ലാം നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്നത് ഈ സാഹചര്യം വ്യക്തമാക്കുകയാണ്. രാഷ്ട്രീയമായ മേൽവിലാസങ്ങൾക്കോ പദവികൾക്കോ ഒന്നിനും നീതിയുടെ കൺമുന്നിൽ അഭയം നൽകാൻ കഴിയില്ല എന്നതിന്റെ തെളിവ് കൂടിയാണിത്. രാജ്യസുരക്ഷയെയും ക്രമസമാധാനത്തെയും മുൻനിർത്തി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകൾക്ക് ജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ ഈ പ്രക്ഷോഭ വിവാദങ്ങൾ സഹായിച്ചു. അരാജകത്വവാദികളെയും ദേശവിരുദ്ധ ശക്തികളെയും തുറന്നുകാട്ടുന്നതിലൂടെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ ഇടയിൽ രാഷ്ട്രീയ അടിത്തറ ശക്തമാക്കാൻ BJP ഭരണകൂടത്തിന് സാധിച്ചു. ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങൾ വെറും വാർത്താ വിതരണ കേന്ദ്രങ്ങൾ എന്നതിലുപരി രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുന്ന പ്ലാറ്റ്ഫോമുകളായി മാറിയിരിക്കുന്നു എന്നത് ആശങ്കാജനകമാണ്. ദില്ലി കലാപ കേസിൽ സുപ്രീം കോടതിയുടെ പരാമർശങ്ങളെ അടർത്തി മാറ്റി അവതരിപ്പിച്ചതിലൂടെ ജനങ്ങളുടെ ചിന്തയെ സ്വാധീനിക്കാനാണ് അവർ ശ്രമിച്ചത്. വസ്തുതകളെ വളച്ചൊടിച്ച് വൈകാരികമായ തലക്കെട്ടുകൾ നൽകി വാർത്തകൾ സൃഷ്ടിക്കുന്നത് റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ മാത്രമല്ല, പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കൂടിയാണ്. ഈ വാർത്താതന്ത്രങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം സാധാരണ ജനങ്ങൾ എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനം നേരിടുന്ന വലിയൊരു വെല്ലുവിളി കൂടിയാണ്.
എല്ലാത്തരം രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും നിയമവാഴ്ചയ്ക്കും മുൻഗണന നൽകുന്ന നിലപാടാണ് സുപ്രീം കോടതി എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത്. ദില്ലി കലാപത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കിക്കൊണ്ട് സ്വതന്ത്രമായ ഒരു അന്വേഷണം ഉറപ്പാക്കാൻ കോടതി നടത്തുന്ന നീതിപൂർവമായ ഇടപെടലുകൾ അഭിനന്ദാർഹം തന്നെയാണ്. എന്നാൽ മാധ്യമങ്ങളുടെ തെറ്റായ വ്യാഖ്യാനങ്ങളോ രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദങ്ങളോ നീതിന്യായ വ്യവസ്ഥയുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കില്ല എന്ന് ഇത്തരം കോടതി ഉത്തരവുകൾ തെളിയിക്കുന്നുമുണ്ട്. കുറ്റവാളികൾ എത്ര ശക്തരായാലും നിയമത്തിന്റെ മുന്നിൽ അവർ കുറ്റക്കാരായി തന്നെ വിചാരണ ചെയ്യപ്പെടുമെന്ന ഉറപ്പാണ് സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ നൽകുന്നത്. ചുരുക്കത്തിൽ ദില്ലി കലാപവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഇടപെടലുകളും തുടർന്നുള്ള സംഭവ വികാസങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ നീതിബോധത്തിന്റെ വലിയൊരു അടയാളപ്പെടുത്തൽ കൂടിയാണ്. മാധ്യമങ്ങൾ വാർത്തകൾ എത്രമാത്രം വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും പോലീസിന്റെ കൃത്യമായ അന്വേഷണവും കോടതിയുടെ നീതിബോധവും ചേർന്ന് യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ മറവിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടവർക്ക് സംരക്ഷണം ലഭിക്കില്ലെന്നും നിയമം അതിന്റെ വഴിക്ക് തന്നെ സഞ്ചരിക്കുമെന്നും ഈ സാഹചര്യം വ്യക്തമാക്കുകയാണ്. രാഷ്ട്രീയ ലാഭേച്ഛയോടുള്ള വ്യാജ പ്രചാരണങ്ങളെയും മാധ്യമങ്ങളുടെ തെറ്റായ സ്വാധീനങ്ങളെയും അതിജീവിച്ച് സത്യം പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ ഉടനെ തന്നെ താൻ വെച്ച വലയിൽ താൻ തന്നെ കുരുങ്ങിയതുപോലെ പാറ്റകൾ വലയിൽ കുരുങ്ങുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.